മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും. അതുകൊണ്ടല്ലേ യേശു കർത്താവ് നമ്മളെ അതിന് നല്ല ഉദാഹരണമായി യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 27-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാർ യാത്ര ചെയ്തപ്പോൾ നികുതി പിരിക്കുന്നവർ വന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ ഗുരുവിൻ്റെ നികുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ പറയുന്ന ചില വാചകങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ചതുർപ്പണം എടുത്തുകൊണ്ട് അവർ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് അറിയാമോ? ആ നികുതി പിരിക്കുന്നവർക്ക് ഇടർച്ച വരുത്താതിരിക്കുവാൻ വേണ്ടി. സർവത്തെയും സൃഷ്ടിക്കപ്പെട്ട യേശു കർത്താവിന് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ ദൈവനാമം ദുഷിക്കാതിരിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ചെയ്ത ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടി? അവരുടെ മുമ്പിൽ യേശു കർത്താവ് ദൈവപുത്രൻ എന്ന് പറയുകയും യേശു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് പറയുമ്പോൾ ഇവിടെ നികുതി പിരിക്കുന്നവർക്ക് അത് കൊടുത്തില്ലെങ്കിൽ അവർക്കത് ഇടർച്ചയാകുമെന്ന് തിരിച്ചറിഞ്ഞ യേശു കർത്താവ് ഹൃദയപരമാർത്ഥതയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിച്ചെടുക്കുവാൻ കഴിയുമെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്ത്യ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുന്ന നിമിഷം മുതൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടും നമ്മുടെ രഹസ്യമായും പരസ്യ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി തീരണം. സകലത്തെയും സൃഷ്ടിക്കപ്പെട്ട യേശു കർത്താവ് ഇത് ചെയ്തപ്പോൾ നമ്മൾ പലരും, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ പലരും ചെയ്യുന്നത് എന്തെങ്കിലും ഇച്ചിരി സാമ്പത്തിക ശ്രേഷ്ഠതയോ എന്തെങ്കിലും സൗന്ദര്യമോ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയോ ഉണ്ടെങ്കിലും മറ്റ് ആരെയും ബഹുമാനിക്കുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും അന്യോന്യം ബഹുമാനിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മീയരെന്ന് പേര് പറയുന്നവർ പോലും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ സ്വന്തം സെൽഫ് അനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. എന്തുകൊണ്ട്? അവരുടെ ഹൃദയത്തിനകത്തോ അവരുടെ പോക്കറ്റിലോ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഒന്നിൽ ആത്മീയ ചിന്തകളായിരുന്നേക്കാം, അല്ലെങ്കിൽ ഇച്ചിരി അറിവായിരുന്നേക്കാം, അല്ലെങ്കിൽ ഇച്ചിരി സൗന്ദര്യമായിരുന്നേക്കാം, അല്ലെങ്കിൽ ഇച്ചിരി സാമ്പത്തിക ശ്രേഷ്ഠതയായിരുന്നേക്കാം. അവർ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ യേശു കർത്താവ് ഇവിടെ ഒരു മാതൃക കാണിച്ചതെന്നും ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം, നിന്റെ ജീവിതം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം, എന്തിന് മറ്റ് ആർക്കും ഒരു ഇടർച്ച ഒരു ദൈവവൈതൽ ഉണ്ടാക്കുവാൻ പാടില്ല. അതാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് മറ്റാർക്കും ഒരു ഇടർച്ച ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ കൊണ്ട് മറ്റാർക്കും ഒരു ഇടർച്ച ഉണ്ടാക്കരുത്. നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റാർക്കും ഇടർച്ച ഉണ്ടാക്കരുത്. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുവാൻ തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സ്വഭാവത്തിലോ നമ്മുടെ ജീവിത രീതിയിലോ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്രിസ്തുവിനെ പോലെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് വിശുദ്ധ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കും. കാരണം യജമാനന്മാരും ദാസന്മാരും ഒന്നിച്ച് ഒരു സഭയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ യജമാനനും ദാസനുമായിരുന്നേക്കാം. പക്ഷെ സഭയ്ക്കകത്ത് കടന്നു വന്നാൽ നിങ്ങളുടെ യജമാനന് മേളിൽ വേറൊരു യജമാനുണ്ട്. അതും ആ ദാസന്റെ യജമാനനാകൊണ്ട് നിങ്ങൾ രണ്ടും തുല്യർ മാത്രമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അവിടെ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഈ രാത്രിയിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് ക്രിസ്തുവിൽ ജീവിച്ചെടുക്കുവാൻ കഴിയണമെന്നാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നിങ്ങൾ മനസ്സ് വെച്ചു കേട്ട് അനുസരിച്ചുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. അപ്പോൾ ഈ ഹൃദയപരമാർത്ഥതയോടെ ക്രിസ്തുവിന്റെ വാക്കു കേട്ട് അനുസരിക്കുന്ന ഒരു ദൈവവൈതലിന് കൊടുക്കുന്ന നന്മയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ കേട്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ചെങ്കിൽ ഈ ദേശത്തിലെ നന്മയും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമെന്ന് ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ വേലക്കാരൻ എങ്ങനെയായിരിക്കണം എന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്തീയ വേലക്കാരൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവനായി അത് കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കാണുന്നത് പോലെ പ്രവർത്തിക്കരുത്. കാരണം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആകരുത് ഒരു ദൈവവൈതന്റെ ജോലി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സുപ്പീരിയർ ഓഫീസർമാർ വരുമ്പോൾ നമ്മൾ ഭയങ്കര ജോലി ചെയ്യുന്ന വർക്ക് ചെയ്ത് അവരെ കാണിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ മനുഷ്യനുണ്ട്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി വേല ചെയ്യുന്നവർ ഇന്ന് ആത്മീയ ലോകത്തിൽ
ഏറ്റവും കൂടുതൽ അതാണ്. ഇന്ന് പൗലോസ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ കണ്ണുങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആകരുത് ഒരു ക്രിസ്തീയ വേലക്കാരൻ. ഇന്ന് ആത്മീയ സമൂഹത്തെ എന്ത് സംഭവിച്ചു? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പാട്ടുപാടി അന്യഭാഷ പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി സ്വോത്രാഴ്ച പാത്രത്തിൽ പൊക്കി അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഉയർത്തി ഇടുന്നവരുണ്ട്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കൊടുത്ത പൈസയ്ക്ക് അനൗൺസ്മെന്റ് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ പൗലോസ് പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആകരുത് ക്രിസ്തീയ വേലക്കാരൻ. ആരെയും പ്രീതിപ്പെടുത്തിയില്ലെങ്കിലും അവന് പ്രതിഫലം കൊടുക്കുന്ന ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തുവിന്റെ വേല ചെയ്യുവാനെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് കാണുന്ന ആത്മീയ കൂട്ടായ്മകളും ഇന്ന് കാണുന്ന പല പ്രകസനങ്ങളും ഇതിന് ഉദാഹരണമാണ്. പലരെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, പലരെയും മറ്റുള്ളത് കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പടി കൂടെ കയറി പറഞ്ഞാൽ ഞാൻ വലിയ ആത്മീയനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ചെയ്യുമ്പോൾ പൗലോസ് ദൈവസഭയോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെയാകരുത്. നിങ്ങൾ നല്ല ക്രിസ്തുവിന്റെ വേലക്കാരായി തീരണം. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 43-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരായുള്ള മാനം അധികം സ്നേഹിക്കുന്നു. കാരണം യേശു കർത്താവ് പറയാണ്, ഒരു ഗ്രൂപ്പ് ആൾക്കാരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയാണ്, അവർ ദൈവത്തിന്റെ വചനമല്ല അവർക്ക് ഇമ്പോർട്ടന്റ്, ദൈവം പറയുന്ന കാര്യങ്ങളല്ല, യേശു കർത്താവിന്റെ വാക്കുകളല്ല അവർക്ക് ഇമ്പോർട്ടന്റ്. അവർ ദൈവത്തുള്ള മാനത്തെക്കാൾ മനുഷ്യർ എന്നെ കുറിച്ച് എന്ത് പറയും, ആ മാനമാണ് അവർക്ക് അധികം സ്നേഹിക്കുന്നുകൊണ്ട് അവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ലെന്ന് നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ് പറയുമ്പോൾ, ഈ രാത്രിയിലും ഈ ബൈബിൾ സ്റ്റഡിയിലും ഞാനും നിങ്ങളും ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നമ്മൾ മനുഷ്യരാലുള്ള മാനമല്ല നമുക്ക് വലുത്, ദൈവത്താലുള്ള മാനമാണ് ഏറ്റവും വലുത്. നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി വേലക്കാരനായി നിന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഒരുപക്ഷെ എന്നെ പ്രിയ സ്നേഹിതരെ, നമ്മളെ ഒരുപക്ഷെ ആരും കണ്ടില്ലെന്ന് വന്നേക്കാം, പാസ്റ്റർ കണ്ടില്ലെന്ന് വന്നേക്കാം, വിശ്വാസികൾ കണ്ടില്ലെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ആരും കണ്ടില്ലെന്ന് വന്നാലും, ആ ഒരിടത്തൊരു മാന്യത ലഭിച്ചില്ലെന്ന് വന്നാലും സാരമില്ല, ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പ്രതിഫലം തരുന്നവൻ അവിടെ കണക്കിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അതിന് തക്കതായ പ്രതിഫലം എന്റെ കർത്താവ് തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നമുക്കിവിടെ മാന്യതയും പ്രശംസയും ഒന്നും വേണ്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നമുക്ക് എങ്ങനെയെങ്കിലും അക്കരെ നാട്ടിൽ പ്രവേശിച്ചാൽ മതി. ആ അക്കരെ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, വേദനകൾ, നിരാശകൾ എല്ലാം മാറ്റുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇന്ന് ഈ രാത്രികാലം പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ സദൃശ്യവാക്യത്തിൽ 29-ാം അധ്യായത്തിൽ 25-ാം മാനുഷ്യ ഭയം ഒരു കെണി ആകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനുഷ്യനെ ഭയപ്പെട്ടുകൊണ്ട് നാം എന്ത് ചെയ്താലും അത് അബദ്ധത്തിലേ ചെന്നുകയറിയുള്ളൂ. പക്ഷെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്കോ രക്ഷ നേടുവാൻ കഴിയും. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഇനിയും പറയാണ്, ക്രിസ്തീയ വേലക്കാരൻ 4-ാമത്തെ കാര്യമാണ്. ക്രിസ്തീയ വേലക്കാരൻ ക്രിസ്തുവിന്റെ ദാസനായി ദൈവഹിതം ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നവൻ ആയിത്തീരണം. അപ്പോൾ ഒരു ക്രിസ്തുവിന്റെ വേലക്കാരൻ ക്രിസ്തുവിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സ്വന്തം ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നവനായി തീരണം. മറ്റുള്ളവരുടെ പരപ്രേരണ മുഖാന്തരമായി ഒരു പ്രവൃത്തി ചെയ്യുന്നവനായി മാറരുത്. എന്നിലുള്ള ദൈവഹിതം, ക്രിസ്തുവിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് താല്പര്യത്തോടും ഉത്സാഹത്തോടും ചെയ്യുന്നവനായി തീരണം. കർത്താവ് എൻ്റെ മേലുള്ള ദൈവഹിതം എന്താണെന്നുള്ള തിരിച്ചറിവ് അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റാ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ഇമ്പോർട്ടൻ്റാ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇമ്പോർട്ടൻ്റാ, ദൈവസഭയുടെ ജീവിതത്തിനകത്ത് ഇമ്പോർട്ടൻ്റാ. കാരണം എന്നിന്മേലുള്ള ദൈവഹിതം എന്താണെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. അതിന് നാം മുഴങ്കാലുകൾ ഇരുന്നേ പറ്റുള്ളൂ. അതിന് നാം ദൈവസ്ഥനിൽ നിലവിളിച്ചേ മതിയാകുകയുള്ളൂ. കാരണം ആ ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ നാം ക്രിസ്തുവിന്റെ വേലയിൽ വളരെ ശക്തനായി എന്നുള്ളതിന്റെ തെളിവാണ് ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളത്. എൻ്റെ പ്രിയ സ്നേഹിതരെ,
നമുക്ക് എത്ര പേർക്ക് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും? നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ പ്രസംഗിച്ചപ്പോൾ ശിവൂർതറാൻ തോന്നുന്നു ഇങ്ങനെ പ്രസംഗിച്ച ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഹിതം പറഞ്ഞിട്ട് നമ്മൾ അതിന് പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിക്കുക. നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്, നമ്മുടെ ഒരു ഹിതമുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളത് എൻ്റെ ഹിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഹിതത്തിന്മേൽ ദൈവത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ ഹിതം ചെയ്യുന്നതിന് മുമ്പ്, ആ ഇഷ്ടത്തിന് വേണ്ടി വരുന്നതിന് മുമ്പ് മുഴകാലുകളെ മടക്കിയിട്ട് കർത്താവേ, അങ്ങയുടെ ഹിതം, ക്രിസ്തുവിന്റെ വേലക്കാരനാണ്, ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ, അങ്ങനെയാണെങ്കിൽ കർത്താവെ അങ്ങിലുള്ള എൻ്റെ ഹിതം എന്താണെന്ന് എനിക്കൊന്ന് തിരിച്ചറിവ് തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ആ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ചെയ്യുന്ന കാര്യം പരാജയത്തിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ വേലക്കാരനാണെങ്കിൽ, ക്രിസ്തുവിന്റെ ദാസനായി ദൈവത്തിന്റെ ഹിതം നിങ്ങൾ പ്രവർത്തിക്കുന്നു. കാരണം എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം എന്തിനാ അങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയാമോ? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുക കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറാ ഭക്തിയോടും ഭയത്തോടും കൂടി സേവിക്കണം. ദൈവത്തിന് പ്രസാദം വരണമെങ്കിൽ നമ്മുടെ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ വേണ്ടി നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആ ഭക്തിയോടും ദൈവത്തിന്റെ സേവ ചെയ്യുന്നവരായി മാറണം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. കാരണം ഇവിടെയല്ല എൻ്റെ ഹിതം ഇരിക്കുന്നത്, ഇവിടുത്തെ കാര്യത്തിന് വേണ്ടിയല്ല എൻ്റെ ഹിതം ഇരിക്കുന്നത്. എൻ്റെ ഹിതം ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് പോകുമ്പോൾ ആ ഇളകാത്ത രാജ്യം ഞാൻ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിന്റെ നല്ല വേലക്കാരനായി ഓടേണ്ടെന്നുള്ള ദൗത്യത്തോടു കൂടി വേണം ഞാനും നിങ്ങളും ഓടാൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ട് എങ്ങനെയെങ്കിലും തല്ലിക്കൊട്ടി അല്ലെങ്കിൽ ഒരു പൊതുവത്തെ ജീവിതത്തിനകത്ത് ജീവിച്ചുകൊണ്ട് അതെങ്ങനെ ഫിനിഷ് ചെയ്ത് പോകാമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. നമ്മുടെ ഓട്ടം നല്ലതുപോലെ ഓടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ നല്ല വേലക്കാരനാണെന്നുള്ള, ആ ക്രിസ്തുവിനെ നല്ലൊരു ദൈവവൈതലാണെന്നുള്ള പേര് നമുക്ക് ലഭിക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് ഇവിടെ മാന്യതകൾ ലഭിച്ചെന്ന് വന്നേക്കാം, നമ്മുടെ പോസ്റ്റിനും നമ്മുടെ പദവിക്കും നമ്മുടെ ജീവിത രീതിക്കും അനുസരിച്ച് ഇവിടെ ഒരുപക്ഷെ നമ്മളെ ബഹുമാനിക്കുന്നവരും നമുക്ക് വേണ്ടി കൈ തരുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അല്ലെ നമ്മുടെ കൂടെ നടക്കുന്നവരും ഒത്തിരി പേര് കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ നമ്മൾ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഇളകാത്ത രാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടം, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ആത്മീയ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എബനേസർ ദൈവസഭയ്ക്കകത്തുള്ള ഞാനും നമ്മൾ ഓരോരുത്തരും നമുക്കൊറ്റ ലക്ഷ്യം മാത്രം, കർത്താവിനോട് ദൈവസനി 2025 കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് അങ്ങയുടെ ഇഷ്ടമല്ലാത്തതൊന്നും സംഭവിക്കുവാൻ അനുവദിക്കരുത്. കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ അതിന് കൈകൊടുക്കുവാൻ അനുവദിക്കരുത്. കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ട്, കാരണം ഈ ലോകത്തിൽ വെച്ച് നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒരു കാര്യം ഉറപ്പാണ്, ഇളകാത്തൊരു രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നുള്ള ആ ബോധ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. കാരണം ഇളകാത്ത രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ദൈവവചനം അവിടെ നമുക്ക് ഉറപ്പായി കാണുവാൻ കഴിയുന്നു. ഇനി ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയത്തിന് പരിധി മുഖാന്തരം മുന്നോട്ട് വേഗം കടന്നു പോവുകയാണ്. ഇനി ഒരു ക്രിസ്തീയ വേലക്കാരൻ, 5-ാമത് പൗലോസ് അപ്പോസ്തലൻ അവിടെ ആ വാക്യത്തിനകത്തു നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, ഒരു ക്രിസ്തീയ വേലക്കാരൻ നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവനായി തീരണം. അത് മനുഷ്യർക്കല്ല, കർത്താവിനെ പോലെ ചെയ്യണം. നല്ല മനസ്സ് ഉള്ളവനായി തീരണം. കാരണം ഒരു ദൈവ പൈതൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടുകൂടി ചെയ്യണം. ക്രിസ്തു ദൈവത്തിന് വേണ്ടി ഞാനൊരു ദൈവസന്നിധി മുഴങ്കാലം അടക്കി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലം അടക്കിയാൽ ആരുടെയും പരപ്രേരണ മുഖാന്തരമോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ ആകരുത്. നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുവാൻ കഴിയുള്ളൂ. നല്ല മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ ദൈവസഭ പ്രഖ്യാപിക്കുമ്പോൾ, ദൈവസഭയുടെ എല്ലാ മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ എന്തെങ്കിലും പറയുമോ, പാസ്റ്റർ ഉപവസിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയുമെന്നുള്ള ആ ചോദ്യത്തിന് വേണ്ടി ആകരുത് നമ്മുടെ ഉപവാസം. നമ്മുടെ
ഉപവാസം നല്ല മനസ്സോടുകൂടി ദൈവസഭയുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയായി തീരണം. നമ്മൾ ദൈവസഭയിൽ ദശാംശം കൊടുക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കുവാനോ ദൈവസഭയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ചോദിച്ചത് കൊണ്ട് നമ്മൾ സാമ്പത്തിക സഹായം കൊടുക്കുന്നവരായി തീരരുത്. നമ്മുടെ ഹൃദയം തുറന്ന് നല്ല മനസ്സോട് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കർത്താവിന്റെ പ്രസാദം അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നെ സ്നേഹിതരെ, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രതിഫലമായി മാറുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. ഒരുപക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചയിൽ, മറ്റുള്ളവരുടെ നോട്ടത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവർക്കൊരുപക്ഷെ അവർ കണ്ട് മനസ്സിലാക്കി വന്നേക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ മനസ്സോടെ, നല്ല മനസ്സോടെ പ്രവർത്തിക്കുന്നവരായി തീരണം. കാരണം അതുകൊണ്ടാണല്ലോ ഈ കൊരിന്ത്യർ ലേഖനത്തിന് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. കാരണം നമ്മൾ വിശ്വസ്തരായിരിക്കും, ക്രിസ്തുവിന്റെ വേലയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടോ എന്ന ഒറ്റ ചോദ്യം മാത്രമേ കർത്താവ് നമ്മോട് അവസാനം ചോദിക്കത്തുള്ളൂ. എത്ര നാൾ ദൈവസഭയിൽ പോയെന്നുള്ളതല്ല, എത്ര നാളായി രക്ഷിക്കപ്പെട്ടെന്നുള്ളതല്ല, എത്ര നാൾ പ്രസംഗിച്ചെന്നുള്ളതല്ല പ്രശ്നം. എത്ര നാൾ വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ആ വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഞാൻ എല്ലാ ദിവസവും ഓർപ്പിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, ആ വിശ്വസ്തന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. എത്ര നാൾ ഓടി എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ്, എത്ര നാള് കാര്യങ്ങൾ ചെയ്തുള്ളത് ഇമ്പോർട്ടന്റേക്കാൾ, ആ ചെയ്യുന്ന നിമിഷം കർത്താവിന്റെ വരവോളം എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മുടെ ഓട്ടവും അധ്വാനവും എന്ന് ഈ രാത്രിയിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന് 58-ാം വാക്യം പ്രകാരം പറയുന്നു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നമ്മുടെ പ്രയത്നം, നമ്മുടെ ഓട്ടം നമ്മൾ ഒരിക്കലും അത് വൃഥാവല്ല, അല്ലെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ചെലവാക്കുന്നത്. അത് കർത്താവിന്റെ വേലയിൽ ആ പ്രയത്നം നശിച്ചു പോകുന്നതല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ വേലക്കാർ ആയിത്തീരുവാനെന്ന് പൗലോസ് വീണ്ടും നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് എന്ത് ചെയ്താലും, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു വ്യക്തിക്ക് കൊടുത്താലും, നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്താലും അത് വെറുതെയായി പോകത്തില്ല. ഇതിനെല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കും. അതിവിടെ ഒന്ന് ക്ലീൻ ചെയ്താലും, ചെയറിട്ടാലും, പ്രാർത്ഥിച്ചാലും, ഉപവസിച്ചാലും, എന്തെല്ലാം ചെയ്താലും ക്രിസ്തുവിന്റെ വേലക്കാരൻ എന്ന ലെവലിൽ നമുക്കതിനെല്ലാം പ്രതിഫലം തരുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായെങ്കിൽ മാത്രമേ ദൈവസഭ ആത്മീയമായി ഉണരുവാൻ കഴിയുള്ളൂ. ഇനിയും അടുത്തത് 6-ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ക്രിസ്തീയ വേലക്കാരൻ ഉത്സാഹപൂർവമായ ഒരു അധ്വാനത്തിന്റെ ഫലം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന് പ്രതിഫലം മേടിക്കുന്നവരായി തീരണം. കാരണം ആ ഉത്സാഹം കടന്നു വന്നെങ്കിൽ മാത്രമേ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണല്ലോ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തെ വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ ക്രിസ്തുവിന്റെ വേലക്കാർ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ദൈവകൃപയിൽ ദൈവത്തെ ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ എല്ലാം ശരിയാണ്. നമ്മളെല്ലാം അവനവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ പോയി നിൽക്കേണ്ടതാണെന്ന് പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവിടെ ദാസൻ
ദാസനെന്നില്ല, യജമാനെന്നില്ല, അവിടെ കുഞ്ഞെന്നില്ല, അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ളവനെന്നില്ല, പുരോഹിതനെന്നില്ല, പാസ്റ്റർ എന്നില്ല, ആരുമെന്നില്ല. ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും പോയി നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കൈകൾ ശൂന്യമായി പോകരുത്. നമ്മുടെ കൈകൾ ബലത്തോടുകൂടി നിൽക്കുവാൻ, നമ്മുടെ കാലുകൾ ബലത്തോടുകൂടി നിൽക്കുവാൻ കഴിയണം. കാരണം വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ ഗ്രഹവിചാരം നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയണം. ക്രിസ്തു എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന നിമിഷം ചെയ്തു കൂട്ടി അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസ്തയോട് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ ആ പ്രതിഫലം എനിക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ ധൈര്യത്തോട് പോയി നിൽക്കുവാൻ കഴിയണം. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഈ ന്യായാസനത്തിന് മുൻപിൽ പോയി നിൽക്കുമ്പോൾ ആ പ്രതിഫലം നമുക്കൊന്ന് മേടിച്ചെടുക്കുവാൻ കഴിയണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ ഉൾപ്പെടെ പറയട്ടെ, നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ ലോകയാത്രയിൽ ഒരുപക്ഷെ നമുക്ക് ഒത്തിരി ദിവസം ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, നമുക്ക് ഒത്തിരി നേട്ടങ്ങളൊന്നും ഈ ലോകയാത്രയിൽ കൊയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു കാര്യം ഓർത്തോണം, കർത്താവെ, ആ ന്യായാസനത്തിന് മുൻപിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ കാലുകൾ വിറയ്ക്കുവാൻ പാടില്ല. ഒരുപക്ഷെ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നതോ, നമ്മൾ ഇടിവിൽ നിൽക്കുന്നതോ, നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്നതോ ആരും അറിഞ്ഞില്ലെങ്കിലും, നമ്മൾ ദൈവസഭയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരുന്നത് ആരും പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും, ഒരുവനോട് ദൈവവചനം സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ച് ആരും നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, എൻ്റെ പ്രിയ സ്നേഹിതരെ, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ പോയി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ മാത്രമേ എനിക്ക് ആ പ്രതിഫലം മേടിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. ആ പ്രതിഫലത്തിന് വേണ്ടി ആയിത്തീരണം നമ്മുടെ ഓട്ടവും അധ്വാനം. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് തന്നെ മത്തായി സുവിശേഷം 25-ാം അധ്യായം നമുക്കറിയാം, താഴോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 20-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കായി എന്നവനോട് പറഞ്ഞു. നമുക്കറിയാം, 5 താലന്ത് കൊടുത്തു, 2 താലന്ത് കൊടുത്തു, 1 താലന്ത് കൊടുത്തു. 5ഉം 2ഉം കൊടുത്തവൻ നേട്ടങ്ങൾ കൊയ്തു കൊണ്ടുവന്നപ്പോൾ 1 താലന്ത് കൊടുത്തവൻ അത് ദൈവത്തെ ഭയപ്പെട്ടില്ല, യജമാനെ ഭയപ്പെട്ട് കുഴിച്ചിട്ടിട്ട് വന്നു. യജമാന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദൈവസഭയ്ക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചു. നീ ദൈവസന്നിധി മുഴങ്കാലുകൾ മടക്കിയിട്ട് ആരും കാണാതെ രാത്രിയുടെ യാമത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. എനിക്ക് നിങ്ങൾക്കും നല്ല വാഹനം നിന്നപ്പോൾ, ആരെങ്കിലും ഒരാളെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ അത് പരിപൂർണതയോടെ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ അവിടെയും കർത്താവ് നമ്മളെ വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസ യോഗ്യത, നമുക്ക് ലഭിച്ച എന്തെല്ലാം ശ്രേഷ്ഠതകളെ ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് തന്നിട്ടുണ്ടോ, അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് പറഞ്ഞ സമയത്ത് അത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അവിടെയും നമ്മളെ വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമുക്ക് ഈ ഭൂമി വെച്ച് എല്ലാം തന്നിട്ട് അതൊന്നും കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ കഴിയാതെ, ഞാനും നിങ്ങളും അത് വിനിയോഗിക്കാതെ കർത്താവിന്റെ മുൻപിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. നിനക്ക് ഞാൻ തന്നു, നിനക്ക് യോഗ്യതകൾ തന്നു, നിനക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നിനക്ക് നല്ല അറിവ് തന്നു, നിനക്ക് നല്ല ലാംഗ്വേജ് തന്നു, നിനക്ക് എല്ലാ കഴിവുകളും തന്നു. പക്ഷെ നിനക്ക് എൻ്റെ കാര്യത്തിന് വേണ്ടി, നിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാത്ത ദുഷ്ടദാസനെ, നിനക്ക് തീപ്പൊയ്യാണെന്നുള്ള പേര് അന്നേരം കർത്താവിനെ വിളിപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളെ കൊണ്ട് കർത്താവിന് വിളിക്കേണ്ട പേര് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നിന്നെ ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും ചെയ്ത് നിനക്കെന്റെ മുൻപിൽ വരുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ പേര് കർത്താവിനെ വിളിപ്പിച്ചെടുക്കുവാൻ കഴിയണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഓട്ടം വെറുതെ ആയി പോകരുതേ. കാലം അതിക്രമിച്ചിരിക്കുക. നമ്മൾ ഓർക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനൊന്നും ഇനി അധികം സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സയൻസ് അത് വിളിച്ചു പറയുന്നു, ലോക ചരിത്രം അത് വിളിച്ചു പറയുന്നു, ലോക നേതാക്കന്മാർ വിളിച്ചു പറയുന്നു. ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അതിന്റെ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും അധികം താമസമില്ല കർത്താവിന്റെ വരവിന് വേണ്ടി. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം,
ഈ ദൈവസഭയിൽ ദൈവത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ആ വിളിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്റെ സ്വസ്ഥതയിലേക്ക് നീ പ്രവേശിച്ചോ എന്നുള്ള വിളി കേൾക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയും മുന്നോട്ട് ഞാൻ വേഗം പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും യജമാനന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യജമാനന്മാരെ, നിങ്ങൾ സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. അവിടെ പറയാനുള്ള സാഹചര്യം അതാണ്. ദാസന്മാർ, അടിമകൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവസഭയ്ക്കകത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പോയി ഫിലോമോന്റെ ലേഖനം വായിച്ചാൽ മതി, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അവിടെ പറയുന്നത്, ഈ ദൈവസഭയിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ ദൈവസഭയ്ക്കകത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാസൻ യജമാനനില്ല, നിങ്ങൾക്ക് മേളിൽ ഒരു യജമാനൻ ഉണ്ട് എന്ന് അറിഞ്ഞ് അതുപോലെ പ്രവർത്തിക്കുന്നവനായി നിങ്ങൾ തീരണം എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു യജമാനൻ എങ്ങനെയായി തീരണം എന്നും കൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 19-ാം അധ്യായം വീട്ടിൽ പോയി വെച്ചാൽ മതി. 19-ാം അധ്യായത്തിൽ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോഴും, ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ ഒക്കെ വായിച്ചു വരുമ്പോഴും ഒക്കെ കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ ഒരു യജമാനൻ എങ്ങനെയായി തീരണം എന്ന് പറയുന്നു. 15-ാം വാക്യം, അവന്റെ കൂലി അന്നേക്ക് കൊടുക്കണം, സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്, അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നുമല്ലോ, അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്. ഇവിടെ പറയാണ്, ഒരു യജമാനൻ, ഈ സെക്കുലർ ലോകത്തിലെ ഒരു യജമാനൻ, ദൈവസഭയിൽ ക്രിസ്തുവിനെ അനുസരിച്ച വ്യക്തി ആരുടെയും സാമ്പത്തിക നന്മ പിടിച്ചു വെക്കുന്നവൻ ആയിത്തീരരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഈ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ 8-ാം വാക്യത്തിലൊക്കെ വായിച്ചു വരും, നമുക്കൊരു ചെറിയ ഒരു മനുഷ്യനെ കാണുവാൻ കഴിയുന്നുണ്ട്. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ. സക്കായി യേശു കർത്താവിനെ കാണാതെ ഈ അത്തിയുടെ മറവിൽ നിന്നപ്പോൾ യേശു കർത്താവ് താഴെ ചെന്ന് നിന്ന് സക്കായിയെ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ സക്കായി മറ്റ് കാര്യങ്ങളൊന്നും അല്ല അവിടെ പറഞ്ഞത്. സക്കായി കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. സക്കായിക്ക് പഴയ നിയമം ഓർമ്മയുണ്ട്. മാത്രമല്ല, സക്കായി പറയുന്ന അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിലും 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. ഒരു ദൈവ പൈതൽ ഇങ്ങനെയായിരിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, നല്ലവനും വിശ്വസ്തനുമാണെന്നുള്ള ആ പേര് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് എവിടെങ്കിലും ചതി പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വിളിയിൽ നമ്മുടെ പേരും കാണുവാൻ കഴിയുള്ളൂ. നമ്മുടെ ബൈബിൾ സ്റ്റഡി അത് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. നമ്മളാരും ഇവിടെ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. നമ്മുടെ അതിന് പ്രാർത്ഥനക്കുറവുണ്ടാകരുത്. ക്രിസ്തുവിന്റെ വേലക്കാരെന്നുള്ള രീതിയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് എന്ത് ചെറുതും വലുതുമായിക്കോട്ടെ, ഏത് ദൗത്യമായിരുന്നോട്ടെ, ചെറുതായാലും വലുതായാലും നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണതയോടെ വിശുദ്ധിയോടെ ചെയ്തു തീർത്ത് ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിനക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരും. നമ്മുടെ ഓട്ടവും അധ്വാനവും എല്ലാം അവിടം കൊണ്ടാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നത്. ഈ ലോകത്തിൽ ആരും മാർക്ക് തന്നില്ലെന്ന് വന്നേക്കാം, ആരും നമ്മളെ കണ്ടില്ലെന്ന് വന്നേക്കാം. അതൊന്നും ഒരു വിഷയമാക്കരുത്. നമ്മൾ ബഹുമാനം ലഭിച്ചില്ലെങ്കിലും സാരമില്ല. ബഹുമാനം തരുന്നവന്റെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ ആ ബഹുമാനം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചന സർവശക്തിയുള്ള ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.